നോ താങ്ക്സ്. ചേര 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 ബാക്കി ചേര ബാക്കി ചേര മാറ് മാറ്. അയ്യോ പേടിയുണ്ട്. ഞാൻ ഓടിയിട്ടല്ലോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കണ്ടിട്ടില്ലേ നിങ്ങളെ കൊണ്ട് അക്കരെ കൊണ്ടുപോകുന്ന നല്ലൊരു ബിരിയാണിയാണ് നോക്കിയേ. ആ ബിരിയാണിയാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് കുറേ പരിപാടികളുള്ളൊരു ദിവസമായിരുന്നു. ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേ ദിവസം. അന്ന് ഞങ്ങൾക്കൊരു വിരുന്നുണ്ടായിരുന്നു കൊച്ചച്ഛൻ്റെ വീട്ടിൽ കായംകുളത്ത്. അങ്ങനെ ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്കും ബാക്കി കൊച്ചച്ഛന്മാരും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു, അച്ചാമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തന്നു. അതൊക്കെ കുടിച്ച് അവിടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസൊക്കെ ഫൈനൽ ടച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല വൈബുള്ള ഒരു ഏരിയ ആണ്. നോ താങ്ക്സ്. അതുകൊണ്ട് ചേര 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 ബാക്കി ചേര ബാക്കി ചേര മാറ് മാറ്. അയ്യോ പേടിയുണ്ട്. ഓക്കെ കിങ്ങിണിന്നാണോ പേര്? ആ മാല തരാവോ? ആ കരുതിയിട്ടിരിക്കുന്ന മാല ഇങ്ങ് തരാവോ? ഡോ ആ മാല ഇങ്ങ് തരാവോ? വെള്ളപ്പൂച്ച അല്ല, ഫോട്ടോ എടുക്കുക. താങ്ക്സ്. കുഞ്ഞാട് തന്നെ നോക്കണേ. പുളിയുണ്ടോ? ഇത് ഓടിക്കാൻ എന്താ പാട്? ഞാൻ ഓടിയിട്ടല്ലോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ കണ്ടിട്ടില്ലേ നിങ്ങളെ കൊണ്ട് അക്കരെ കൊണ്ടുപോകുന്ന നല്ലൊരു പയ്യായിട്ട് കൊന്നൊക്കെ വെച്ച് കൊച്ചാണ്. വലിയ പാടൊന്നും ഇല്ല ഇത് ഓടിക്കാൻ. ഇങ്ങനെ ചെയ്യണം. അതെനിക്കും അറിയാം, ഞാനും അങ്ങനെ ഇരുന്നായിരുന്നു. ഇങ്ങനെ സ്റ്റാർട്ടാക്കണം. ഈ സാധനം താക്കണം, സ്റ്റാർട്ടാക്കണം. എന്നിട്ട് പിന്നെ ഫസ്റ്റ് കയറി ഒരു ഓട്ടോ എടുത്താലോ? ഓടിക്കാലോ? ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാം. ആരാ? ആ ഏതാ ഓടുന്നതാണോ സൈക്കിൾ ഓടുന്ന കാണിച്ചാ ഓടുന്ന കാണിച്ചാ മതി. അല്ലയോ നമ്മുടെ കാലിൽ അവർക്കെല്ലാം നമ്മൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് ലൈറ്റ് ഓഫ് ആക്കി എല്ലാം ഇട്ട് കൊടുക്കണം. കുഞ്ഞാറ്റ ഉണ്ടാക്കണോ? പച്ചപ്പൂലാണല്ലോ. എഴുതിയൊക്കെ ഉണ്ടല്ലോ. രാത്രി കുഞ്ഞാറ്റ കയറി കിടക്കും. അത് ഇന്ന് രാത്രി കയറി കിടക്കുവോ? സൂസിയോ? സന്തോഷം കൂടെ വന്ന എന്നെ ഇവിടെ ഗർഭിണിയാ ഓട്ടം പിടിച്ച് ഇവിടെ വീട്ടിൽ കൊണ്ടുപോയതാ പറഞ്ഞത്. ഇല്ല ഗർഭിണിയാ. ഞങ്ങൾ രണ്ടാമത്തെ സുനാമി എല്ലാം കഴിഞ്ഞ് ഇവിടെ സുനാമി കയറുന്നു. അതാ
ഞങ്ങൾ ആദ്യം പോയ കൊച്ചച്ഛൻ്റെ ആ വിരുന്നിന് പോയ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ വേറെ കൊച്ചച്ഛൻ്റെ വീട്ടിലാട്ടോ വന്നത്. അങ്ങനെ പിന്നെ അതും അടുത്തടുത്താണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ എല്ലാവരും പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ബീച്ചിൽ പോകണമെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പിന്നെ നേരെ വീട്ടിലോട്ടാണ് വന്നത്. പിന്നെ ഇനി ഞങ്ങൾക്ക് സിനിമ കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാഹചര്യം പോലെ ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുക. അങ്ങനെ വന്നിട്ട് ചീരയ്ക്ക് പിന്നെ വീട്ടിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ അയ്യത്ത് ചീര കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ദൈവം ഓടിപ്പോയത്. കിട്ടിയോ കേക്ക്? ഞങ്ങൾ മിണ്ടിയപ്പാ കേക്ക് കിട്ടിയാ ലക്ഷ്മിക്ക്? കിട്ടി. നല്ലതാ. ബിരിയാണിയാണ്. നോക്കിയേ ആ ബിരിയാണിയാ. കൂട്ടുകാരാ അപ്പൊ ചേച്ചി കരോള് വന്നപ്പോ എന്താ ചേട്ടപ്പരൊക്കെ തുണി ഊരിയോ? ചേച്ചി മാറിക്കോ. ഒന്ന് കേങ്കള, ഒന്ന് നിന്റെ വീട്, ഒന്ന് എൻ്റെ വീട്, ഒന്ന് മറ്റേ പുതിയ വീട്, പിന്നെ ചേച്ചിയുടെ വീട്, അപ്പയുടെ വീട്. അപ്പം 4 അല്ല 5. ചേച്ചിയുടെ വീട് ഞങ്ങൾക്കും കൂടെ എടുത്തോ ഡാർക്ക് ഫാന്റസിയോ എടുത്തോ, എന്റെ വീടും എടുത്തോ. എന്നാ ചേച്ചിയുടെ വീടും കൂടെ. നിങ്ങളുടെ ചേട്ടന് വീടില്ലയോ? ദേവു ചേട്ടന് വീടില്ലയോ? ചേട്ടന് കട്ടില് പോലും ഇല്ല. ഇല്ലയോ? വെള്ളം ഇരിക്കുന്നു. നമുക്ക് കൊതു കിട്ടുന്നില്ലേ? ഞങ്ങൾക്ക് വീടുണ്ട് ചേച്ചി. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നു. സാധാരണ എല്ലാ വർഷവും ഞാനും അണ്ണനും കൂടെ പോയി കേക്കൊക്കെ വാങ്ങിക്കും, പള്ളിയിൽ പോകും, പിന്നെ ഞങ്ങൾ വൈനൊക്കെ വാങ്ങിക്കും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കായിരുന്നു സാധാരണ എല്ലാ വർഷവും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ തന്നെ ആ കേക്ക് കട്ട് ചെയ്ത് ഞാൻ തന്നെ കഴിച്ചു. പിന്നെ ബാക്കി അപ്പായിക്കും അമ്മയ്ക്കൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇന്ന് വീട്ടിലൊന്നും പ്രത്യേകിച്ചിട്ടില്ലായിരുന്നു വിരുന്നായതുകൊണ്ട്. പിന്നെ കടയിൽ നിന്ന് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും സിനിമ മാർക്കോ കാണാൻ പോകണമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ 9:30 ടിക്കറ്റ് പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ 10 മണിക്കത്തെ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കായംകുളത്തെ SB തിയേറ്ററിലാണ് സിനിമ കാണാനായിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ എനിക്കൊരു ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം എല്ലാവരോടും പറഞ്ഞു ഒരു വെച്ചിട്ട് രാത്രി ഇത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരിത് പേടി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്കിത് കാരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സിനിമ കാണാനായിട്ട് വന്നത്. ആ ഒരു പ്രതീക്ഷ ഒരു ഇത്തിരി പോലും മാറിയിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല സിനിമയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ രാത്രിയിൽ എന്ന് വെച്ചാൽ നല്ലപോലെ ഉറങ്ങുന്നൊരു ടൈമാണ്. 10:30 ആയി സിനിമ തുടങ്ങിയപ്പം 10:30. അപ്പോൾ ആ ടൈം നമ്മൾ എന്ന് ഉറക്കം വരുന്ന സമയം. പക്ഷെ ഒരു പോളെ കണ്ണടയ്ക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. ഇൻ്റർവെൽ ടൈമിൽ പോലും ഉറക്കം വന്നിട്ടില്ല. അത്രയും നമ്മൾ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയെ നിർത്തുന്നൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ ടാറ്റാ.